അഡ്വക്കേറ്റ് രാംകുമാർ, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വച്ചതിൽ എന്താണ് തെറ്റ് എന്നാണ് ഇന്ന് പൊതുസമൂഹം ചോദിക്കുന്നത്. അദ്ദേഹം ഒരു മതത്തെ എതിർത്ത് പറഞ്ഞിട്ടില്ല, ഒരു ജില്ലയെ എതിർത്ത് പറഞ്ഞിട്ടില്ല. തങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല, എന്തിന് ഞങ്ങളെ അവഗണിക്കുന്നു എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. ഇതിൽ പ്രകോപനം എന്തിനാണിങ്ങനെ? ഈ സത്യത്തിന് ഒരു ദോഷമുണ്ട്. സത്യം പലപ്പോഴും ക്രൂരമാണ്. അതുകൊണ്ട് ബാധിക്കുന്നവരെ കൂരമ്പ് പോലെ സത്യം കൊള്ളും. അതിൻ്റെ ബഹിസ്ഫുരണമാണ് ഇപ്പം കാണുന്നത്. ഈ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു മതത്തെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ചില മതങ്ങൾ, ചില മതസ്ഥർ കൂടുതൽ ആനുകൂല്യം പറ്റുന്നു, ഈഴവർക്ക് അർഹിക്കുന്നത് നിഷേധിക്കും. ഇതിലെന്താ തെറ്റ്? ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മതസംഘടനയാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ സംഘടനയാണ്. ഒരു തെറ്റുമില്ല. അവർ ഹിന്ദുക്കളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് വേറെ രാജ്യം വേണം എന്ന് പറഞ്ഞ് രാജ്യം വാങ്ങിയവരുടെ തുടർച്ചയാണ് എന്ന് അഭിമാനം കൊള്ളുന്നവരാണെന്ന് അവർ പറയാറുണ്ട്. അതിലും തെറ്റില്ല. നമ്മുടെ ഭരണഘടന അവർക്ക് അതിന് സ്വാതന്ത്ര്യം കൊടുക്കും. പക്ഷേ മറ്റുള്ളവർ അവരുടെ സമുദായത്തിന് വേണ്ടി ഇപ്പോൾ സംസാരിക്കുമ്പോൾ എങ്ങനെ വർഗീയതയാണ്? ലീഗിന് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ ലീഗും മതേതരം, ഈഴവർക്ക് വേണ്ടി സംസാരിച്ചാൽ വർഗീയം. എന്ത് യുക്തിയാണ് ഇതിലുള്ളത്? ഇത് ലീഗിൻ്റെ ആരാധ്യരായ തങ്ങൾമാർക്ക് ഈ അഭിപ്രായമില്ല. അവർ വർഗീയവാദികളാണെന്ന് അവരെ അറിയാവുന്ന ആരും പറയില്ല. PK കുഞ്ഞാലിക്കുട്ടി വർഗീയവാദിയാണെന്ന് ഞാൻ പറയില്ല, അദ്ദേഹത്തെ അറിയാവുന്ന ആരും പറയില്ല. ഇവിടെ വർഗീയവാദം പറയുന്ന ആരാ? ലീഗിൻ്റെ ഔദാര്യത്തിൽ നക്കാപ്പിച്ച 4 സീറ്റും കിട്ടി ലീഗിൻ്റെ ഊന്നുവടിയിൽ ഇപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന 3 അംഗടക്കാരാണ് ഇപ്പോൾ വലിയ ചക്രവാളം ഒരുക്കുന്നത്. കരിയായിൽ ഒഴിക്കത്രേ. അങ്ങനെയാണെങ്കിൽ ആദ്യം കരിയായിൽ ഒഴിക്കേണ്ടത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രതിമകളിലാണ്. കാരണം അദ്ദേഹമാണ് പറഞ്ഞത് ചത്ത കുതിരയാണ് ലീഗ് എന്ന്. ചത്ത കുതിര എന്ന് ലീഗിനെ ആക്ഷേപിച്ചപ്പോൾ ഒരു പരാതിയില്ലാത്ത കതറുധാരികൾ, ജിഹാദികൾ, കതറിട്ട ആളുകൾ ഇപ്പം പറയണു വെള്ളാപ്പള്ളിയോട് കരിയാൽ ഒഴിക്കുന്നു. ചെയ്ത് നോക്കട്ടെ, വിവരം അറിയും. ഇപ്പം പണ്ടത്തെ പോലെയല്ല. ഇപ്പം ചുണക്കുട്ടികളുണ്ട്. തങ്ങളുടെ വിശ്വാസം വ്രണപ്പെട്ടാൽ ചോദിക്കാനും പറയാനും ചുണക്കുട്ടികൾ ഇന്ന് രംഗത്തുണ്ട്. പണ്ടത്തെ പോലെ നാണക്കെടും സഹിച്ച് കോൺഗ്രസ്സുകാർ ചെയ്യും പോലെ ദാസ്യവൃത്തി ചെയ്ത് പറയുന്ന പ്രകൃതക്കാരല്ല രാജ്യസ്നേഹികളായ. അത് തന്നെയാണ് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി പറഞ്ഞു വെച്ചതും ശശികല ടീച്ചറും കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് ഇതേ വാക്കുകൾ തന്നെയാണ്.